ഹായ് അസ്സലാമു അലൈക്കും. ഇന്ന് നമ്മൾ ഇൻസ്റ്റൻ്റായിട്ട് ചെയ്തെടുക്കാൻ പറ്റിയിട്ടുള്ള നുറുക്കോതമ്പ് വെച്ചിട്ട് ഒരു അപ്പമാണ് ഉണ്ടാക്കാൻ പോണത്. നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിനും ഡിന്നറിനൊക്കെ കഴിക്കാൻ പറ്റിയിട്ടുള്ള നല്ല ടേസ്റ്റുള്ള ഒരു അപ്പമാണ്. ഈസി ആയിട്ട് ഉണ്ടാക്കിയിട്ടെടുക്കാൻ പറ്റും. അപ്പോൾ നമുക്കിതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. നമുക്ക് ഈ അപ്പം ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ 1.5 കപ്പ് നുറുക്ക് ഗോതമ്പ് എടുത്തിട്ടുണ്ട്. നമുക്ക് റേഷൻ കടയിൽ നിന്നൊക്കെ കിട്ടുന്ന അതേ നുറുക്ക് ഗോതമ്പ് തന്നെയാണ് ഞാനിവിടെ എടുത്തത്. ഈ കപ്പിൽ ഞാൻ 1.5 കപ്പ് അളവിലാണ് ഞാൻ ഗോതമ്പ് എടുത്തത്. അപ്പോൾ ഇത് 250 ml കപ്പാണ്. ഇപ്പോൾ ഇത് ഞാൻ തലേന്ന് നല്ലോണം കഴുകിയതിന് ശേഷം വെള്ളത്തിലിട്ട് വെച്ചതാണ്. അപ്പോൾ ഞാനിത് രാവിലെയാണ് അരച്ചിട്ടെടുക്കാൻ പോണത്. അപ്പോൾ തലേന്ന് നല്ലോണം കഴുകിയതിന് ശേഷം വെള്ളത്തിലിട്ട് സോക്ക് ചെയ്യാൻ വെക്കുക. ഇപ്പോൾ നിങ്ങൾക്ക് രാത്രിയാണ് അപ്പം ഉണ്ടാക്കിയിട്ട് എടുക്കുന്നുണ്ടെങ്കിൽ നല്ല കഴുകിയതിന് ശേഷം നമുക്കൊരു ഉച്ചക്കൊക്കെ വെള്ളത്തിലിട്ട് വെച്ചാൽ രാത്രി ചുടുന്ന സമയത്ത് നല്ലോണം അരച്ചെടുത്തതിന് ശേഷം അപ്പം ചുട്ടെടുത്താൽ മതി. ഇതിപ്പോൾ ഞാൻ തലേന്ന് ഒഴിച്ച് വെച്ച വെള്ളമാണ്. നമുക്ക് ഈ വെള്ളം കളഞ്ഞിട്ട് നമുക്ക് ഗോതമ്പ് അരച്ചിട്ടെടുക്കാം. ഇപ്പോൾ ഞാൻ ഗോതമ്പിലെ വെള്ളമൊക്കെ കംപ്ലീറ്റ് മാറ്റിയിട്ടുണ്ട്. നമുക്കിതിൻ്റെ കൂടെ അരച്ചിട്ടെടുക്കാനായിട്ട് കുറച്ച് ഇൻഗ്രീഡിയൻസ് ആവശ്യമുണ്ട്. അതിന് വേണ്ടിയിട്ട് ഞാൻ 1/4 കപ്പ് അവലെടുത്തിട്ടുണ്ട്. ഇത് നല്ല കഴുകിയതിന് ശേഷം നമുക്കൊന്ന് കുതിരാനായിട്ട് വെക്കാം. അപ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഒരു 5 മിനിറ്റ് കുതിർത്ത് വെക്കാം. അപ്പോൾ ഞാൻ വെള്ള അവലൊന്നുമല്ല എടുത്തത്, നോർമൽ നമ്മൾ ചുമന്ന അവൽ തന്നെയാണ് എടുത്തത്. ഇതൊന്ന് 5 മിനിറ്റ് ഇവിടെ ഇരിക്കട്ടെ. ഇനി നമുക്കിതെങ്ങനെ അരക്കാൻ നോക്കാം. അപ്പോൾ നമ്മൾ മിക്സിയുടെ ജാറിലോട്ട് കഴുകി വെച്ചിട്ടുള്ള നുറുക്ക് ഗോതമ്പ് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഞാനിവിടെ 2 ബാച്ചായിട്ടാണ് അരക്കാൻ പോണത്. ഇനി ഇതിലേക്ക് വേണ്ടത് 1/4 കപ്പ് തേങ്ങയാണ്. അപ്പോൾ ഞാനിപ്പോൾ ഫുള്ളും ചേർത്ത് കൊടുക്കണില്ല, ബാക്കി നമുക്ക് അടുത്തത് അരച്ചിട്ടെടുക്കുമ്പോൾ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതിലേക്ക് നമ്മൾ സോക്ക് ചെയ്ത് വെച്ചിട്ടുള്ള കുറച്ച് അവലും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് വേണ്ടത് 1/2 കപ്പ് തൈരാണ്. അപ്പോൾ ഞാനിവിടെ എടുത്ത തൈരിന് അധികം പുളിയില്ല, അതിനെ കൊണ്ടാണ് 1/2 കപ്പ് എടുത്തത്. അപ്പോൾ നിങ്ങളുടെ തൈരിന് നല്ല പുളി ഉണ്ടെങ്കിൽ ഒരു 1/4 കപ്പൊക്കെ ചേർത്ത് കൊടുത്താൽ മതി. ഇപ്പോൾ പകുതി ഞാൻ ഇപ്പോൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നല്ലോണം ഫൈനായിട്ട് അരച്ചിട്ടെടുക്കണം. വെള്ളം ഒട്ടും കൂടി പോകരുത് കേട്ടോ. അങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് അരച്ച് കിട്ടാനൊക്കെ ഭയങ്കര പ്രയാസമാവും. ഇതുപോലെ സ്പൂൺ കൊണ്ട് നല്ലോണം ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഇതുപോലെ ഫൈനായിട്ട് അരച്ചിട്ടെടുക്കുക. അപ്പോൾ നിങ്ങൾ തൈര് നിർബന്ധമായിട്ട് ചേർത്ത് കൊടുക്കുക. നമ്മൾ ഇൻസ്റ്റൻ്റായിട്ട് അപ്പം ചുട്ടെടുക്കുന്നതുകൊണ്ടാണ് തൈര് ചേർത്ത് കൊടുത്തത്. ബാക്കി നമുക്കിതുപോലെ തന്നെ നല്ലോണം അരച്ചെടുക്കാം. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ വെള്ളം ഒഴിക്കുന്ന സമയത്ത് ഒട്ടും കൂടി പോകരുത് കേട്ടോ. അപ്പോൾ ആദ്യം നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് അരച്ച് നോക്കുക. എന്നിട്ട് അരിഞ്ഞ് കിട്ടിയതിന് ശേഷം നമുക്ക് വേണമെങ്കിൽ വെള്ളം ഒഴിച്ച് കൊടുത്ത് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. ഞാനിവിടെ യൂസ് ചെയ്തത് മിൽക്കി മിസ്റ്റിൻ്റെ ഈ തൈരാണ്. നമ്മൾ അപ്പത്തിന് നേരെ മധുരം കിട്ടാൻ വേണ്ടിയിട്ട് 1 ടേബിൾ സ്പൂൺ ഷുഗർ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് കൊടുത്തിട്ട് നമുക്ക് നല്ലോണം തന്നെ അരച്ചിട്ടെടുത്തിട്ട് വരാം. അപ്പോൾ ഞാനിത് നല്ല പോലെ അരച്ചിക്കണ്. ഈ ഒരു കട്ടിക്കാണ് കേട്ടോ നമ്മളെ ബാറ്റർ വേണ്ടത്, അധികം ലൂസായിട്ട് പോകരുത്. അപ്പോൾ നമ്മൾ ഈ സമയത്ത് ഉപ്പൊക്കെ ഉണ്ടോ നോക്കുക, ഇല്ലെങ്കിൽ ഈ സമയത്ത് ചേർത്ത് കൊടുക്കുക. ഇപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ഉപ്പും നേരിയ മധുരമൊക്കെ ഉണ്ട്, ആവശ്യത്തിനെല്ലാം പാകത്തിനുണ്ട്. ഇതിലേക്ക് വേണ്ടത് 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയാണ്. അപ്പോൾ ബേക്കിംഗ് സോഡ ചേർത്താലാണ് നമ്മളപ്പം നല്ല സോഫ്റ്റായിട്ട് കിട്ടുള്ളൂ. അപ്പോൾ അതെന്തായാലും ചേർത്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ ഇൻസ്റ്റൻ്റായിട്ട് ചുട്ടെടുക്കുന്ന അപ്പല്ലേ, അപ്പോൾ എന്തായാലും ഇത് ചേർത്ത് കൊടുക്കണം. ഇതാണ് ബേക്കിംഗ് സോഡ, ബേക്കിംഗ് പൗഡർ അല്ല, ബേക്കിംഗ് സോഡയാണ് ചേർക്കേണ്ടത്. എന്നിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ബേക്കിംഗ് സോഡ എല്ലായിടത്തും ആകുന്ന രീതിയിൽ നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നമ്മൾ എപ്പോഴാണോ അപ്പം ചുട്ടെടുക്കാൻ പോകുന്നത് ആ സമയത്ത് മാത്രമേ ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ചേർത്ത ഉടനെ തന്നെ നമുക്ക് അപ്പം ചുട്ടെടുക്കാം. ഇതുണ്ടാക്കാനായിട്ട് ഞാനിവിടെ നോൺ സ്റ്റിക്ക് പാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല ചൂടായിട്ട് കിടക്കുകയാണ്. അപ്പോൾ ഞാനിതിൽ എണ്ണ ഒന്നും തടവണില്ല, നോൺ സ്റ്റിക്ക് പാൻ ആയതുകൊണ്ട്. അപ്പോൾ മാവ് ഒഴിക്കണ മുന്നേ നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് പാനിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഒന്ന് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ പരത്തി കൊടുക്കുക. അധികം ഫോഴ്സിൽ പരത്തി കൊടുക്കരുത് കേട്ടോ. നമ്മൾ ദോശയൊക്കെ ചുടണ മാതിരി അത്ര ഫോഴ്സിലല്ല, ഒന്ന് ജസ്റ്റ് ഒന്ന് പരത്തി കൊടുത്താൽ മതി. മാവ് ഒഴിക്കുന്ന സമയത്ത് ഒരു മീഡിയം ഫ്ലെയിമിൽ വെക്കുക. എന്നിട്ട് ഇതുപോലെ നിറയെ ഹോൾസ് വരും. ഹോൾസ് വരുന്ന സമയത്ത് നമുക്ക് ലോ ഫ്ലെയിമിലാക്കി കൊടുത്തിട്ട് ഇതൊന്ന് മൂടി വെച്ചിട്ട് നമുക്കിതൊന്ന് മുകൾ ഭാഗം ഒന്ന് വേവിച്ചിട്ടെടുക്കാം. ഇങ്ങനെ മൂടി വെച്ചതിന് ശേഷം ലോ ഫ്ലെയിമിൽ വേണം കേട്ടോ വേവിച്ചെടുക്കാനായിട്ട്, അല്ലെങ്കിൽ അടിഭാഗം കരിഞ്ഞു പോകും. ഇത് വേഗം തന്നെ മുകൾ ഭാഗമൊക്കെ വെന്ത് കിട്ടും കേട്ടോ. ഇനി നമുക്ക് തുറന്ന് നോക്കാം. ഇതിൻ്റെ മുകൾ ഭാഗമൊക്കെ കറക്റ്റ് പാകത്തിന് വെന്ത് കിട്ടിയിട്ടുണ്ട്, ഒട്ടി പിടിക്കണമൊന്നുമില്ല. അപ്പോൾ ഞാനിതൊന്ന് ജസ്റ്റ് ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാൻ കേട്ടോ. ആ ചൂടിലൊന്ന് ജസ്റ്റ് ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുക. കുറേ സമയം വെക്കരുത്, കാരണം ഡ്രൈ ആയി പോകും. ഇനി നമുക്ക് പെട്ടെന്ന് തന്നെ തിരിച്ചിട്ട് ഉടനെ തന്നെ നമുക്ക് ഇത് പാനിൽ നിന്ന് മാറ്റി കൊടുക്കാം. അപ്പോൾ നമ്മൾ കാസ്ട്രോളൊക്കെ ഇടുന്ന സമയത്ത് ഇതുപോലെ ചെയ്തെടുത്താൽ നമുക്ക് നല്ലോണം ഈസി ആയിട്ട് അട്ടിക്ക് ഇങ്ങനെ വെക്കാൻ പറ്റും. അല്ലെങ്കിൽ കുറച്ചൊരു ഈർപ്പൊക്കെ ഉണ്ടെങ്കിൽ തമ്മിൽ ഒട്ടി പിടിക്കാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതുപോലെ തന്നെ ബാക്കി അപ്പൊക്കെ നമുക്ക് ചുട്ടെടുക്കാം. ഒന്ന് ജസ്റ്റ് ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാനേ പാടുള്ളൂ കേട്ടോ. കുറേ സമയം തിരിച്ചിട്ടാൽ മുകൾ ഭാഗം നല്ല ഡ്രൈ ആയിട്ട് ക്രിസ്പി ആയി പോകും. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കണം. അപ്പോൾ നല്ല സോഫ്റ്റായിട്ടുള്ള നല്ല ടേസ്റ്റുള്ള അപ്പമാണ്. അപ്പോൾ ഞാൻ ഉണ്ടാക്കി നോക്കിയപ്പോൾ ഇത്രയും ടേസ്റ്റ് ഉണ്ടാകുമെന്ന് വിചാരിച്ചിട്ടില്ല. നിറയെ ഹോൾസൊക്കെ വന്ന് നല്ല ഭംഗിയുണ്ട് കാണാൻ, അതുപോലെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്.
അപ്പോൾ ഇതുപോലെ ബാക്കിയുള്ളതെല്ലാം നമുക്ക് ചുട്ടെടുക്കാം. ഇപ്പോൾ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുണ്ടാവുമല്ലോ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു അപ്പമാണെന്ന്. നിങ്ങൾക്കിഷ്ടമുള്ള ഏത് കറീൻ്റെ കൂടെ ഇത് കഴിക്കാൻ പറ്റും. എനിക്കിഷ്ടം നല്ല തേങ്ങാപ്പാലിൻ്റെ കൂടെ കഴിക്കാനാണ്. ഈ രീതിയിൽ നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ എന്തായാലും ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ. നോക്കുന്ന സമയത്ത് നിങ്ങളെ അഭിപ്രായമൊക്കെ അറിയിക്കണം. ഇതിൻ്റെ കൂടെ കഴിക്കാനായിട്ട് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത് പൊട്ടാറ്റോ സ്റ്റൂ ആണ്. നമുക്ക് 5 മിനിറ്റ് കൊണ്ട് ഉണ്ടാക്കിയിട്ടെടുക്കാൻ പറ്റിയിട്ടുള്ള സിമ്പിളായ കറിയാണ്. അപ്പത്തിൻ്റെയും പത്തിരിൻ്റെയും ഇടിയപ്പത്തിൻ്റെ കൂടെ നല്ല കോമ്പിനേഷനാണ് ഈ കറി. അപ്പോൾ എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കാം, അല്ലെങ്കിൽ എൻ്റെ സ്ക്രീനിൽ വെക്കാം. ആവശ്യമുള്ളവരതൊന്ന് പോയി കണ്ടു നോക്കുക. അപ്പോൾ ഒന്നും പറയുന്ന പോലെ റെസിപ്പിയൊക്കെ ഇഷ്ടമാവുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇൻഷാ അല്ലാഹ് അടുത്ത നല്ല റെസിപ്പി ആയിട്ട് വീണ്ടും കാണാം.